ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. ഇത് എല്ലാവർക്കും പറ്റിയൊരു കറിയാണ്. അതുപോലെ തന്നെ ഡയബറ്റിക്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു കറിയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 250 ഗ്രാം മത്തങ്ങയും 50 ഗ്രാം പരിപ്പ്. മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് പരിപ്പ് കുതിർത്ത് അത് കഴുകി വാരി അതുകൂടി ഇട്ട് അതിലേക്ക് നമ്മൾ 3 പച്ചമുളക് നടുവേ കീറിയതും 5 ചെറിയ ഉള്ളി പിളർന്നതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പ്രഷർ കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ ആകുന്നിടം വരെ വേവിക്കുക. 3 വിസിലായി കഴിയുമ്പോൾ അത് മാറ്റി വെക്കുക, ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒന്ന് ആറി വന്നതിന് ശേഷം നമ്മൾ ഇതെടുക്കണം. അപ്പോൾ അത് വരത്തേക്ക് നമ്മളത് ഒരു സൈഡിലിരിക്കട്ടെ, കുറച്ചുകൂടെ വെന്തോളും. ഇനി നമുക്ക് ആവശ്യമായത് അരപ്പിന് തേങ്ങാപ്പീര 1 കപ്പ് വേണം. ഒരു 1/2 ടീസ്പൂൺ ജീരകവും 3 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരപ്പ് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കുക. സാധാരണ നാടൻ ഭാഷ പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത അരപ്പ് അത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മളുടെ മത്തങ്ങ കഷ്ണങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക്, കുക്കറിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റണം. അപ്പം മൂടി തുറന്ന് നോക്കുക, നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക്, ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടത് ഉടച്ച് ചേർക്കുക. നന്നായിട്ട് ഉടയണം. അത് തവി കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് ഉടച്ച് അതൊന്ന് ചേർക്കുക. നല്ലപോലെ ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, എന്നാലും ന്യായമായ രീതിയിൽ നന്നായിട്ട് ഉടഞ്ഞ് മാറണം അത്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് മുഴുവനായി ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ചെറു തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. അത് ചൂടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈയിങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉള്ളതിന് കടുകിട്ട് അത് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് അത് 2-3 കഷ്ണിച്ച് അതുകൂടി ഇട്ട് കൊടുക്കുക. ഒരു ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. ഒരു പാതി മൂപ്പായി വരുമ്പം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിന് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പീരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൂക്കണം. ഇതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഉടച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും കഴിക്കാം, പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം. അതുപോലെ പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഇത് നല്ലൊരു കറിയാണ്. പച്ചയ്ക്ക് മത്തങ്ങ അതിൽ നിന്ന് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.